രാം നാരായൺ രാം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ശ്രീ ബാലക് ബ്രഹ്മചാരിജിയെ സമീപിച്ചു. പിന്നെ ചോദിച്ചു, നിനക്ക് സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് എല്ലാം അറിയാം എന്നാണ് കേട്ടത്. അദ്ദേഹം എവിടെയുണ്ട് എന്ന് പറയാമോ? അദ്ദേഹം തുടർന്നു പറഞ്ഞു, നിനക്ക് അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊന്നേ ചോദിക്കേണ്ടത്. ബാലക് ബ്രഹ്മചാരിജി പറഞ്ഞു, അവൻ തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നീട് ഗുരുജി പറഞ്ഞു, ആദ്യമായി ഞാൻ ഒരു യോഗം ചേരണം, എല്ലാവരോടും ചോദിക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയായേക്കും. ശ്രീ ബാലക് ബ്രഹ്മചാരിജി കൊൽക്കത്തയിലേക്ക് മടങ്ങിയപ്പോൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ പ്രഫുൽ സിംഗ് 500 പോലീസുകാരുമായി എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിച്ചു. അറസ്റ്റിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ ഫോർവേഡ് ബ്ലോക്കിൻ്റെ 3 രേഖകൾ കണ്ടെടുത്തു. അതിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒപ്പുമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അദ്ദേഹത്തെ പിടിച്ചു. എന്നാൽ കോടതിയിൽ കേസ് നടന്നു. അതിൽ ബാലക് ബ്രഹ്മചാരിജി വിജയം നേടി. നെഹ്റുജിയുടെ അന്തിമ സമയത്ത് ബാലക് ബ്രഹ്മചാരിജിയും നേതാജിയും അദ്ദേഹത്തിന് മുന്നിൽ ഹാജരായി. നെഹ്റുജി ഇരുവരെയും കണ്ടതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് അന്ത്യം വന്നു. പിന്നീട് ബാലക് ബ്രഹ്മചാരിജി പറഞ്ഞു, നെഹ്റുജി നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ചെയ്തത് കൊണ്ട് അവരുടെ മുഴുവൻ കുടുംബത്തിനും അവസാനമാകും. ഇന്ന് ആ വാക്ക് യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. ബാലക് ബ്രഹ്മചാരിജി പറഞ്ഞിരുന്നു, ഭാവിയിൽ ബ്രഹ്മചാരിമാരാണ് ദേശത്തെ നയിക്കുക. ഇന്ന് ആ പ്രവചനമത്രേ സത്യമാകുകയാണ്. മോഡിയും യോഗിയും പോലുള്ള ബ്രഹ്മചാരി നേതാക്കൾ രാജ്യത്തെ നയിക്കുന്നു. ബാലക് ബ്രഹ്മചാരിജിയുടെ കാരണമായി രാജ്യം മുഴുവനായി ഒരു കുടുംബമായി ജീവിക്കാൻ തുടങ്ങും. ആ ദിവസം വളരെ അടുത്താണ്. ഇന്ത്യയുടെ വാക്ക് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാലം ദൂരെയല്ല. ആ നേതൃത്വത്തിന് മോദി, യോഗി ജിമാർ ആകും. 7000 വർഷങ്ങളിൽ നിർമ്മിതമായ എല്ലാ മതങ്ങളും ഭാവിയിൽ നിലനിൽക്കില്ല. ഇന്നത്തെ 800 കോടി ജനസംഖ്യയിൽ വെറും 1500 പേർ മാത്രമാണ് ജനതയെ ദുരുപയോഗം ചെയ്യുന്നത്. ഓരോ മനുഷ്യനും പൂർവാധികാരമായി അവകാശപ്പെട്ടിരിക്കുന്നതുപോലും ഇവർ കവർന്നെടുത്തു. ബാലക് ബ്രഹ്മചാരിജി പ്രകൃതിയുടെ നിയമങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതേ നിയമങ്ങളാണ് രാജ്യമൊട്ടാകെ പ്രാബല്യത്തിൽ വരുന്നത്. ഇവ അംഗീകരിക്കാത്തവർ തകർച്ച നേരിടും. ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും അവസാനിക്കും. ബാലക് ബ്രഹ്മചാരിജി ചോദിക്കുന്നു, മനുഷ്യർ ആരാധിക്കുന്ന ദേവതകളും ദൈവങ്ങളും സനാതന ഹിന്ദുക്കളായിരുന്നു എന്ന് ഉറപ്പുണ്ടോ? 10,000 വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു എന്ന മതമെന്നോ ഉണ്ടായിരുന്നില്ല. രാമനും മറ്റ് ദൈവങ്ങളും എനിക്ക് ചെയ്യുക, എനിക്ക് പ്രസാദം നിവേദിക്കുക എന്നോ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അവരെ മഹത്തായ ദൈവങ്ങളായെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ പുനരാഘോഷം ചെയ്യുന്നതിന് പകരം അവരുടെ ആചാരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗോളീകരിക്കുക. വലിയ ക്ഷേത്രങ്ങൾ പണിയുന്നതിന് പകരം അവരുടെ വഴിയെ പടരുക. മതത്തെ വിശ്വസിക്കേണ്ട, കർമ്മത്തെ വിശ്വസിക്കുക. കർമ്മം ചെയ്യുക, ആളുകൾക്ക് സഹായിക്കുക, രാം നാരായൺ രാം എന്നു ജപിക്കുക.